ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് മാസ്കിംഗ് ടെക്സ്റ്റ് ഉണ്ടാക്കുന്നത് എന്നാണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 പിക്ചർ എടുത്തു വച്ചിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചർ ഇതാണ്, രണ്ടാമത്തെ പിക്ചർ ഇത്. ഇനി 3 പിക്ചർ ഉണ്ട്. ആക്ച്വലി നമുക്ക് 2 ഫോട്ടോ മതി. ഇനി ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം തന്നെ ഇതിലേക്കൊരു പിക്ചർ ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റാണ് വേണ്ടത്. എന്ത് ടെക്സ്റ്റാണോ മാസ്കിംഗ് ചെയ്യേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഞാനിവിടെ ദുബായ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ ആവശ്യത്തിനനുസരിച്ച്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് നീക്കി വെക്കുക. ഇതിൻ്റെ ടെക്സ്റ്റ് സൈസ് എല്ലാം നിങ്ങൾക്ക് ആവശ്യാനുസരണം ചെയ്യാൻ പറ്റും. ഞാനിവിടെ 100 കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ കൊടുത്ത് അത് ഇതുപോലെ അലൈൻ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അടുത്ത പിക്ചറും ഇതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അതും ഇതുപോലെ ഡ്രാഗ് ചെയ്തിടുന്നു. ഇതൊന്ന് ഇതിൻ്റെ സൈസ് കറക്റ്റ് ആക്കണം. ഇതുപോലെ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ സൈസ് കറക്റ്റാക്കി എൻ്റർ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സംഗതികളെല്ലാം ഫോട്ടോഷോപ്പിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ ഏറ്റവും മുകളിലുള്ള പിക്ചർ, അതായത് ഇതുപോലെ ആയിരിക്കണം ഇതിൻ്റെ അലൈൻമെൻറ്റ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ്, നമ്മുടെ അടുത്ത പിക്ചർ. ഈ ഏറ്റവും മുകളിലുള്ള പിക്ചറിൻ്റെ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നത്. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി മാസ്കിംഗ് ടെക്സ്റ്റ് വന്നു കഴിഞ്ഞു. ഇനി ഇത് തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഏത് പോർഷനാണോ വേണ്ടത് അത് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ CTRL Z അടിക്കുന്നു. ഇപ്പോൾ ഇത് പഴയ പോലെ തന്നെ ആയി. ഇനി ഇതിൻ്റെ ഷോർട്ട് കട്ട് ഒന്ന് നോക്കാം. നമുക്ക് ഏറ്റവും മുകളിലുള്ള പിക്ചർ സെലക്ട് ചെയ്തുകൊണ്ട് CTRL-ALT-G, അതായത് ക്ലിപ്പിംഗ് മാസ്കിൻ്റെ ഷോർട്ട് കട്ടാണത്. CTRL-ALT-G എന്നത്. ഇതും മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ പിക്ചർ സെലക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ചറിൻ്റെ ഏത് ഭാഗമാണ് മാസ്കിംഗ് ടെക്സ്റ്റായി വേണ്ടത് അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.